ആത്മലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ബ്രെയിനിൻ്റെ അതർ ഡൈമെൻഷൻ കോൺഷ്യസ്നെസ് ലെയേഴ്സിലേക്ക് എങ്ങനെ ആക്സസ് നേടാൻ പുറത്തു നിന്നുള്ള ഏതെല്ലാം ഡ്രൈവിംഗ് ഫോഴ്സുകൾ നമ്മൾ ഒഴിവാക്കണമെന്ന് നോക്കി. പെയിൻ ആൻഡ് പ്ലഷർ, ഈ രണ്ട് ഫോഴ്സ് പ്രധാനമായി നമ്മൾ എടുത്തുകൊണ്ടാണ് ലൈഫിനെ ചലിപ്പിച്ചു പോകുന്നത് എങ്കിൽ നമുക്ക് പെട്ടെന്ന് അതർ ഡൈമെൻഷനിലേക്ക് ആക്സസ് കിട്ടില്ല. അപ്പോൾ എന്താണ് ഈ പെയിൻ ആൻഡ് പ്ലഷർ എന്നറിയാൻ മുന്നത്തെ വീഡിയോ കാണുക. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ചുരുങ്ങിയ ഒരു ടൈം പീരീഡിനുള്ളിൽ നമുക്ക് അതർ ഡൈമെൻഷനിലേക്ക് എങ്ങനെ കുറേശ്ശെ ആക്സസ് നേടാം. 10% നിന്ന് അതർ 90%ക്ക് എങ്ങനെ ആക്സസ് നേടാം. 90% ഉള്ളത് കൊണ്ട് തന്നെ ഓരോന്നും ലെയർ ബൈ ലെയർ ആയിട്ടാണ് നമുക്ക് ആക്സസ് കിട്ടുള്ളൂ. ഫസ്റ്റ് ഒരു ലെയറിലേക്കാണെങ്കിൽ അത് കഴിഞ്ഞ് ഫുൾ ആ ഒരു ലേണിംഗ് കഴിഞ്ഞ് ആ പ്രോസസ്സ് കഴിഞ്ഞ് അതിനെല്ലാം ഡിറ്റാച്ച് ചെയ്യുമ്പോഴാണ് അടുത്ത ഒരു ലെയറിലേക്ക് നമുക്ക് ആക്സസ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ എപ്പോഴും അതിന് ഈ യൂണിവേഴ്സ് സഹായിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. കാരണം വൺ കോൺഷ്യസ്നെസ് ആണ് ഈ യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതൊരു രൂപമോ മനുഷ്യനോ ഒരു ജീവിയോ ഒന്നുമല്ല കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അതിൽ എല്ലാം ഉണ്ട്. ആ ഒരു സിംഗിൾ കോൺഷ്യസ്നെസ്സിൽ നിന്നാണ് ഇത്രയും എക്സ്പാൻഡായി നിൽക്കുന്നത്. യൂണിവേഴ്സ് ക്രിയേറ്റഡ് ബൈ കോൺഷ്യസ്നെസ് തന്നെയാണ്. യൂണിവേഴ്സ് നിലനിൽക്കുന്നതും കോൺഷ്യസ്നെസ്സിൽ തന്നെയാണ്. യൂണിവേഴ്സ് എൻട്രോപ്പിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നതും മൂവ് ആയിക്കൊണ്ടിരിക്കുന്നതും കോൺഷ്യസ്നെസ്സിലേക്ക് തന്നെയാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഈ യൂണിവേഴ്സ് നിർമ്മിക്കാൻ പ്രധാനമായിട്ട് ഇത്രയും എക്സ്പാൻഡ് ആവാൻ പ്രധാനമായിട്ട് നിൽക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ആറ്റംസാണ്. അതായത് അണു, കണം എന്നൊക്കെ പറയില്ലേ, അതാണ്. ഈ ആറ്റം എന്ന് പറയുന്നതും ഒരു ചെറിയ ഒരു ലോകം തന്നെയാണ്. ആറ്റം എന്ന് പറയുമ്പോൾ മൈക്രോ വേൾഡ് എന്ന് പറയാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മാക്രോ വേൾഡിലാണ്, അതായത് ദൃശ്യപ്രപഞ്ചത്തിലാണ്. അപ്പോൾ ഈ ദൃശ്യപ്രപഞ്ചം ഉണ്ടാകാൻ കൂടിച്ചേർന്ന് നിൽക്കുന്ന ഈ ചെറിയ ലോകങ്ങളാണ് ഈ വലിയ ലോകം ഉണ്ടാകാനായിട്ടുള്ള കാരണമായിട്ടുള്ളത്, എക്സ്പാൻഡ് ആവാനായിട്ടുള്ള കാരണമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചെറിയ ലോകത്തെക്കുറിച്ച് പഠിച്ചാൽ തന്നെ ആ വലിയ ലോകത്തിലേക്ക് നമുക്ക് ആ ലോകത്തിലുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടിത്തുടങ്ങും. സൂക്ഷ്മ പ്രപഞ്ചം കൂടിച്ചേർന്നാണ് ഈ ദൃശ്യമായിട്ടുള്ള ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല ഈ സൂക്ഷ്മ പ്രപഞ്ചം. പക്ഷേ ഇതിൻ്റെ എല്ലാം ബേസ്, നമ്മുടെ ഈ മാക്രോ വേൾഡിൻ്റെ ബേസ് എന്ന് പറയുന്നത് മൈക്രോ വേൾഡാണ്. അതുകൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് പ്ലാസ്റ്റിക്കായിട്ടും ഗോൾഡ് മറ്റുള്ള സാധനങ്ങളൊക്കെ അങ്ങനെ വേറെ വ്യത്യസ്തമായിട്ട് കാണുന്നു എന്ന് വെച്ചാൽ അതിനുള്ളിലുള്ള അറ്റോമിക് നമ്പർ, കോമ്പൗണ്ട്സ് ഇതെല്ലാം വ്യത്യാസം ഉണ്ടാവും. ഇലക്ട്രോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും നമ്പേഴ്സൊക്കെ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് ഒരു മനുഷ്യനും വസ്തുക്കളും തമ്മിൽ അങ്ങനെ വ്യത്യാസമായിട്ട് കാണുന്നത്. ആറ്റോമിക് നമ്പറെല്ലാം വ്യത്യാസം ഉണ്ടാവും. ഇപ്പം ന്യൂട്ടൻ്റെ ഫിസിക്സ് പറയുന്നത് ഗ്രാവിറ്റി ഒരു ഫോഴ്സ് ആയിരുന്നു എന്നാണ് ന്യൂട്ടൻ കണ്ടുപിടിച്ചിട്ടുള്ളത്. പക്ഷേ പിന്നീട് അങ്ങോട്ടേക്ക് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു സയൻറ്റിസ്റ്റ് തന്നെയാണ് ഐൻസ്റ്റീനാണ് റിലേറ്റിവിറ്റി തിയറി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോഴാണ് ഈ ടൈമും സ്പേസും റിലേറ്റീവ് ആണെന്നുള്ളത് മനസ്സിലാകുന്നത്. അപ്പോൾ ടൈം എന്ന് പറയുന്നത് ഒബ്സർവ് ചെയ്യുന്ന ഒരാളുടെ അനുസരിച്ച് അത് പല സ്ഥലത്തും കർവ് സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി. അപ്പോൾ സ്പേസിനും അതേപോലെ കർവ് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതും മനസ്സിലാക്കി. അപ്പോൾ ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഒരു ഫോഴ്സ് അല്ല, അതൊരു സ്ട്രിങ് ആണ്, ഒരു നെറ്റാണ്. അത് എവിടെ ടൈമിന് കർവ് സംഭവിക്കുന്നുവോ അവിടെ ആ ഗ്രാവിറ്റി അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. സ്പേസ് കർവിങ് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ റിലേറ്റിവിറ്റി എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ഗോപുരം, വലിയൊരു ഗോപുരം, അതിൻ്റെ അടുത്ത് അതിനേക്കാൾ വലിയൊരു ഗോപുരം കൊണ്ടുവച്ചാൽ ഏതാണ് വലുതെന്ന് പറയും നമ്മൾ? വലുതായിരുന്നു ഇത് വരുന്നേക്കാൾ മുമ്പ്, പക്ഷെ അത് വന്നു കഴിഞ്ഞപ്പോൾ അതായി വലുത് അല്ലേ? അപ്പോൾ ഈ ടൈം എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ നിന്നിട്ട് നോക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തും സെക്കൻഡ് ഒരേപോലെ തോന്നും. പക്ഷെ നമ്മൾ സ്പേസിലേക്ക് പോകുന്തോറും സെക്കൻഡും മിനിറ്റും എല്ലാം അവിടെ വ്യത്യാസമായിക്കൊണ്ടിരിക്കും. ആ എവിടെ നിന്നാണോ ഒബ്സർവ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് അത് വ്യത്യാസമായിക്കൊണ്ടിരിക്കും.
അതേപോലെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നിൽ നിന്നാണ് ടൈമിനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിൽ അയാൾക്കും അത് വ്യത്യാസമായിട്ട് അനുഭവപ്പെടും. അപ്പോൾ ടൈം പല സ്ഥലത്തും ആബ്സല്യൂട്ട് അല്ല, റിലേറ്റീവ് ആണെന്നുള്ളത് പ്രൂവ് ചെയ്തു. അപ്പം ഈ ഐൻസ്റ്റീൻ്റെ ഈ റിലേറ്റിവിറ്റി തിയറി നമ്മളെ മാക്രോ വേൾഡിൽ നിന്നും മൈക്രോ വേൾഡിലേക്ക് കൂടുതൽ പഠനം നടത്താൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഈ മൈക്രോ വേൾഡിൻ്റെ പഠനം, അതായത് ആറ്റത്തിൻ്റെയും സബാറ്റോമിക് പാർട്ടിക്കിളിൻ്റെയും പഠനം ഒരു സയൻറ്റിസ്റ്റ് ഒറ്റയ്ക്ക് നടത്താൻ സാധിച്ചിട്ടില്ല. പല പേര് കൂടി ചേർന്ന് പലരും കുറച്ച് ഭാഗം കണ്ടുപിടിക്കും, അടുത്ത ആൾ അടുത്ത് വന്ന് കണ്ടുപിടിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഭക്തിയല്ല, റിലീജിയസ് അല്ല. അത് നമ്മൾ രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആകുന്നുണ്ട്. റിലീജിയസും സ്പിരിച്വാലിറ്റിയും ഒന്നാണ് എന്നുള്ളത്. ഒരിക്കലും റിലീജിയസും സ്പിരിച്വാലിറ്റിയും ഒന്നല്ല, ഭക്തിയും ആത്മീയതയും ഒന്നല്ല. സ്പിരിച്വാലിറ്റി ഒരു സയൻസ് തന്നെയാണ് ആക്ച്വലി. ഇത് എന്നാണ് യോജിക്കുക, ഈ സയൻസ്, ഈ രണ്ട് സയൻസും മൈക്രോ വേൾഡും മൈക്രോ വേൾഡും യോജിക്കുന്ന ഒരു സമയത്താണിത് ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരു സയൻസാണ് എന്നുള്ളത് പ്രൂവ് ആകുള്ളൂ. അതായത് ഗ്രാവിറ്റിയിൽ നിന്ന് ഗ്രാവിറ്റോണും യോജിക്കുന്ന ആ ഒരു ഇക്വേഷൻ, ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്, ആ ഒരു സ്റ്റഡി നമ്മൾ എന്ന് അത് പൂർത്തിയാകുന്നു അന്ന് ഈ സ്പിരിച്വാലിറ്റി, ആത്മീയത എന്ന് പറയുന്നത് ഒരു സയൻസാണ് എന്നുള്ളത് രണ്ടും യോജിക്കും അവിടെ. അപ്പം ഗ്രാവിറ്റിയിൽ നിന്ന് ഗ്രാവിറ്റോണിലേക്കുള്ള ഒരു യാത്രയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കൽപ്പം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? കൽപ്പം എന്ന് പറയുമ്പോൾ എന്താണത്? നമ്മളിപ്പോൾ കേട്ടിട്ടുണ്ട് ബ്രഹ്മകൽപ്പം, ബ്രഹ്മസങ്കല്പം എന്നൊക്കെ കേട്ടിട്ടുണ്ട്, കായകൽപ്പം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഈ കൽപ്പം എന്ന് പറയുന്നത് റീപ്രോഗ്രാമിംഗ് ആണ്. മൈൻഡ് ആൻഡ് ബോഡി റീപ്രോഗ്രാമിംഗ്, അതേപോലെ യൂണിവേഴ്സൽ കോഡിംഗ് റീപ്രോഗ്രാമിംഗ്. അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് യൂണിവേഴ്സൽ കോഡിങ്ങിൻ്റെ റീപ്രോഗ്രാമിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൽപ്പം ആ ഒരു എൻട്രോപ്പിയിലൂടെയാണ് യൂണിവേഴ്സ്, ക്ലോസ്ഡ് യൂണിവേഴ്സ് സഞ്ചരിക്കുന്നത് എൻട്രോപ്പിയിലൂടെയാണ്. അപ്പോൾ എൻട്രോപ്പി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സമയം സഞ്ചരിക്കുന്നത് ഒരു എക്സാമ്പിളായിട്ട് എടുത്താൽ സമയം മുന്നോട്ട് മാത്രമേ പോകുന്നുള്ളൂ. നമുക്ക് ബാക്കിലോട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളുടെ കുട്ടിക്കാലത്ത് കുറച്ച് കാലം പോയി നമുക്ക് വീണ്ടും താമസിച്ച് കുറച്ച് കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിലേക്ക് വരാമായിരുന്നു. പക്ഷേ സമയം ഒരിക്കലും ബാക്കിലോട്ട് പോകുന്നില്ല, അത് ഫ്രണ്ടിലേക്കാണ് പോകുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എനർജി സ്കാറ്റേർഡായി പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു ടെക്നോളജി വളരെ വേഗത്തിൽ അടുത്ത ദിവസം അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ എനർജി സ്കാറ്റേർഡായി പോകുന്നുണ്ട്, അപ്പോൾ എല്ലായിടത്തേക്കും സ്പ്രെഡായി പോകുന്നുണ്ട്. അപ്പോൾ ടൈമും ടെക്നോളജിയും എല്ലാം മുന്നോട്ടാണ് ഒരു ക്ലോസ്ഡ് സിസ്റ്റമായ ഈ യൂണിവേഴ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗ്രാവിറ്റി ഒരു ഇൻഫിനിറ്റി ആണെങ്കിൽ കൂടി ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിലാണ്, അതിന് ഡീക്കേ സംഭവിക്കും. അതാണ് എൻട്രോപ്പിയിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇങ്ങനെ സംഭവിച്ചാലും ഇത് റീസൈക്കിളാണ്. ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിലേക്ക് ഗ്രാവിറ്റിയിൽ നിൽക്കുന്ന ഒരു കണം എപ്പോഴും റീസൈക്കിൾഡ് ആവാം, എപ്പോൾ വേണമെങ്കിലും അത് റീസൈക്കിൾഡ് ആവാം. പക്ഷേ ഗ്രാവിറ്റോണിലേക്ക് നമ്മൾ പ്രവേശിച്ച് കഴിഞ്ഞാൽ, റീപ്ലേസ്ഡ് ആയി കഴിഞ്ഞാൽ, പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു കണമാണ്. ഈ പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു വസ്തുവായിരിക്കുമെന്ന്. ആക്ച്വലി പാർട്ടിക്കിളിന് രണ്ട് ക്യാരക്ടറുണ്ട്. ഒന്ന് വേവ്സ് ആയിട്ടും ബിഹേവ് ചെയ്യാൻ പറ്റും, പാർട്ടിക്കിളായിട്ടും ബിഹേവ് ചെയ്യാൻ പറ്റും. ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അത് പാർട്ടിക്കിളായി മാറും, ഒബ്സർവ് ചെയ്യാത്ത പക്ഷം അത് വേവ്സായിട്ട് തുടരും. ഇപ്പോൾ ഇലക്ട്രോൺസ്, ആറ്റം ആൻഡ് സബാറ്റോമിക് പാർട്ടിക്കിൾസിൽ ഇലക്ട്രോൺസിനെ എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോൺസിൻ്റെ എവിടെ, ഇപ്പോൾ സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചുറ്റുന്നത് പോലെയല്ല ഇലക്ട്രോൺസ് റൊട്ടേഷൻ ചെയ്യുന്നത്. അതിന് വ്യത്യാസമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺസിന് പോസിബിലിറ്റി, ഒരുപാട് സ്പേസ് ഉണ്ട്. ഇലക്ട്രോൺസിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും ഒരുപാട് സ്പേസ് ഉണ്ട്. അപ്പോൾ എവിടെ വേണമെങ്കിലും ഇലക്ട്രോൺസിന് സ്പേസിൽ വരാൻ പറ്റും. അപ്പോൾ അതൊരു പാർട്ടിക്കിളായിട്ടില്ല. പാർട്ടിക്കിളായി കഴിഞ്ഞാൽ അത് ആ സ്പേസിൽ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റും. പക്ഷേ പാർട്ടിക്കിളാവുന്നതിന് മുമ്പ് എവിടെ വേണമെങ്കിലും അതിന് പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അവിടെ അത് വേവ്സായിട്ട് തുടരുന്നുണ്ടാവും. അപ്പോൾ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ, അവിടേക്കൊരു എനർജി കൊടുത്തു കഴിഞ്ഞാൽ, ഒരു അവയർനെസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അത് പാർട്ടിക്കിളായിട്ട് രൂപം വരും. പക്ഷേ ഇത് ഒരു പാർട്ടിക്കിളാണോ എന്ന് ചോദിച്ചാൽ ആണ്, അല്ലാത്ത നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു വേവ്സ് ക്യാരക്ടറിൽ തുടരുകയും ചെയ്യും. അപ്പോൾ പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു കണം
അതുണ്ടായാൽ മാത്രമാണ് ഈ ക്ലോസ്ഡ് സിസ്റ്റത്തിൽ നിന്ന് അതർ ഡയമെൻഷനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിക്കിൾ ഉണ്ടോ, അങ്ങനെ ഒരു പാർട്ടിക്കിളിനെയാണോ ഈ ഗ്രാവിറ്റോൺ എന്നൊക്കെ പറയുന്നത് എന്ന് അറിയണമെങ്കിൽ നമുക്ക് ഇനിയും ഈ മൈക്രോ വേൾഡിൻ്റെ പഠനം കൂടുതൽ നടക്കണം. ഗ്രാവിറ്റോണിലേക്ക് കൂടുതൽ പഠനം നടന്നാൽ നമുക്ക് ഒരുപക്ഷെ ഈ സ്പിരിച്വാലിറ്റിയും ഈ സയൻസും കൂടി ജോയിൻ്റ് ആവും. അതായത് നമ്മുടെ മാക്രോ വേൾഡ് സയൻസും മൈക്രോ വേൾഡ് സയൻസും കൂടി ജോയിൻ്റ് ആവും. അപ്പോൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് സയൻസായി മാറും. ആ ഡിസ്റ്റൻസ്, ആ ഗ്യാപ്പില്ലാതെയാകും, സയൻസും ആയിട്ടുള്ള ഒരു ഗ്യാപ്പില്ലാതെയാകും. അപ്പോൾ പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ സഹായിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ യൂണിവേഴ്സ്, ഈ ക്ലോസ്ഡ് യൂണിവേഴ്സിൽ നിന്ന് നമുക്ക് ഈ അതർ ഡയമെൻഷനിലേക്ക്, അതർ ഗാലക്സിയിലേക്കൊക്കെ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനൊരു സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഡിറ്റേഷൻ ചെയ്യുന്നവർക്കറിയാം. മെഡിറ്റേഷൻ ഡീപ്പ് തീറ്റ സ്റ്റേജിലെത്തിയവർക്ക് പല ദർശനങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ആരും ഇത് പുറത്ത് പറയില്ല. പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ESP പവറൊക്കെ അവരുടെ ഇൻക്രീസ് ആയിട്ടുണ്ടാവും. അവർക്ക് പല സൗണ്ടുകൾ കേൾക്കാൻ പറ്റും, പല കാര്യങ്ങൾ, ഈ വിസിബിൾ അല്ലാത്ത പല കാര്യങ്ങൾ അവർക്ക് കണ്ണിൽ കാണാൻ പറ്റും, പല പ്രകാശങ്ങൾ ഒക്കെ അറിയാൻ പറ്റും. ESP പവർ അവരുടെ ഇൻക്രീസ് ആയിട്ടുണ്ടാവും. അതേപോലെ തന്നെ അവർക്ക് അതർ ഡയമെൻഷൻസിലേക്ക് അവരുടെ അവെയർനെസ് മൂവ് ആയിട്ടുണ്ടാവാം. ഇപ്പം നമ്മുടെ അവെയർനെസ് നിൽക്കുന്നത് 10% ഓഫ് ബ്രെയിനിൻ്റെ ഫിസിക്കൽ വേൾഡിലാണ്. അപ്പോൾ നമ്മുടെ അവെയർനെസ് നിൽക്കുന്ന പ്ലേസ് 10% ഓഫ് ബ്രെയിനിലാണ്. ഓരോ 90% ഓഫ് ബ്രെയിനിൽ ഓരോ ലെയറിലേക്കും കടക്കുമ്പോൾ നമ്മുടെ അവെയർനെസ് ഇൻക്രീസ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അവിടെയുള്ള കാര്യങ്ങൾ നമുക്ക് വിസിബിളാകാൻ തുടങ്ങും. അവിടെയുള്ള കാര്യങ്ങൾ കാണാനും അറിയാനും ഒക്കെയുള്ളൊരു 6th സെൻസ് നമുക്ക് വർദ്ധിക്കും. അപ്പോൾ പലരും ഇത് പുറത്തേക്ക് പറയില്ല. നമ്മൾ അഥവാ ഇത് പറഞ്ഞാൽ പോലും, ഇപ്പോൾ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളോട് നമ്മളിത് പറഞ്ഞാൽ പോലും നമുക്ക് എന്തോ സംഭവിച്ചു എന്നേ അവർ പറയുള്ളൂ. കാരണം അങ്ങനൊന്നുണ്ടോ എന്നുള്ളത് അവർക്കും ഡൗട്ടാണ്. നമുക്ക് കണ്ടവർ പുറത്ത് പറയില്ല. അതുകൊണ്ട് തന്നെ പലരും അത് പറയില്ല. പക്ഷേ അവിടെ ഒന്നും നമ്മൾ സ്റ്റക്കാവാതെ, ആ ദൃശ്യങ്ങളിലോ അല്ലെങ്കിൽ ആ വിഷൻസിലോ ഒന്നും സ്റ്റക്കാവാതെ അടുത്ത ലെയറിലേക്ക് മൂവ് ആകുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഗ്രാവിറ്റോൺ ഇതിലേക്ക്, ഇപ്പോൾ യോഗികളൊക്കെ എത്തിച്ചേർന്നിട്ടുള്ള ആ ഗ്രാവിറ്റോൺ പൊസിഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. യോഗികളൊക്കെ ഈ ഗ്രാവിറ്റോൺ ആ ഒരു ഫുള്ളി പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാവുന്ന കണങ്ങളായിട്ട് അവരുടെ ബോഡി, മൈൻഡ് അവെയർനെസ് ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ കോൺഷ്യസ്നെസ് ഹയർ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഒരു നിലനിൽപ്പിലാണ് അവർ നിലനിൽക്കുന്നത്. നമ്മുടെ പൂർവികരൊക്കെ ആ ഒരു ഡയമെൻഷനിലേക്ക് എത്തിയ യോഗികളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഇവരുടെയൊക്കെ ദർശനങ്ങൾ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വിചാരിക്കുമ്പോഴായിരിക്കില്ല നമുക്ക് ഇവരുടെയൊക്കെ ദർശനങ്ങൾ കിട്ടുക. അതുകൊണ്ട് നമ്മളിത് കണ്ടു എന്ന് പറഞ്ഞാലും ആരും നമുക്ക് ഇത് പ്രൂവ് ചെയ്ത് കാണിക്കാൻ പറ്റില്ല. അതിന് ഒരേ ഒരു വഴി, നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് അവെയർനെസ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഈ കോൺഷ്യസ്നെസ് ലെയറിലേക്ക് നമ്മൾ കടക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. തീറ്റ ലെവലിലേക്ക് ബ്രെയിനിനെ കൊണ്ടുവരിക എന്നുള്ളത്. തീറ്റ ലെവലിലേക്ക് സാധാരണ ഒരാൾ ഉറങ്ങുമ്പോൾ തന്നെ ഇത് പോകുന്നുണ്ട് നാച്ചുറലി. ഡീപ്പ് സ്ലീപ്പിൽ, ഡ്രീം സ്ലീപ്പിലല്ല, ഡീപ്പ് സ്ലീപ്പിൽ പോകുന്നുണ്ട്. പക്ഷേ അവിടെ നമ്മുടെ അവെയർനെസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അറിയുന്നില്ല. എന്നാൽ ഫിസിക്കൽ വേൾഡിൽ നമ്മുടെ അവെയർനെസ് ഉണ്ട്. അതുകൊണ്ട് ഫിസിക്കൽ വേൾഡിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. പക്ഷേ ഈ അവെയർനെസ്സിനെ നമ്മൾ ഈ ഡീപ്പ് സ്ലീപ്പിലേക്ക് ഇരിക്കുന്ന അവസ്ഥയിലേക്ക്, തീറ്റ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ, അതിന് ഒരുപാട് എനർജി വേണം നമുക്ക്. അതിന് മെഡിറ്റേഷൻ ചെയ്യണം. അങ്ങനെ കൊണ്ടുവരാൻ സാധിച്ചാൽ നമുക്ക് ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നു, എന്തൊക്കെ അവിടെ ആ ഒരു ഡയമെൻഷനിലുണ്ട് എന്നൊക്കെ നമുക്ക് ദൃശ്യമാകാൻ തുടങ്ങും കുറേശ്ശെയായിട്ട്. അപ്പോൾ മൈക്രോ വേൾഡ് എന്ന് പറയുന്നത് ഒരു ചെറിയ സംഭവമല്ല. കാരണം പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്ന കണങ്ങൾ ഒരിക്കലും ഡീക്കേ ആകുന്നില്ല, എൻട്രോപ്പിയിലൂടെയല്ല സഞ്ചരിക്കുന്നത്. മൈക്രോ വേൾഡിൽ സമയം വലുതാകും, അതായത് എക്സ്പാൻഡ്, സമയത്തിനവിടെ ഇൻഫിനിറ്റി ആകാൻ തുടങ്ങും സമയം. അതേപോലെ സ്പേസ് ചുരുങ്ങാൻ തുടങ്ങും, സ്പേസ് കുറവാകും. എന്നാൽ മാക്രോ വേൾഡിൽ സ്പേസ് ഇൻക്രീസ് ആകും, ടൈം സ്ലോ ആകും. ഏജ് ഇപ്പോൾ നമുക്കൊരു 100 വയസ്സേ ഉള്ളൂ. പക്ഷേ ആറ്റം ലെവലിൽ അതല്ല. ആറ്റം ലെവലിൽ അവിടെ ഏജ് വളരെ ലെങ്തി ആയിരിക്കും. അങ്ങനെ ഒരു പ്രോസസ്സുണ്ട്. അപ്പോൾ ഗ്രാവിറ്റോൺ ലെവലിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് ആ ഒരു ഏജ്, ഡീക്കേ, എൻട്രോപ്പി സംഭവിക്കുന്നില്ല. സ്കാറ്റേർഡായി പോവില്ല. എനർജി സ്കാറ്റേർഡായി പോകുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രകാശത്തേക്കാൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഇനി ഈ ഒരു തീറ്റ ലെവലിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത്.
നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഒരു കാര്യമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. നമ്മൾ ഈ പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നത് മെയിനായിട്ട് ആറ്റം കൊണ്ടാണ്, ആ ചെറിയ കണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ആറ്റത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഡീപ്പായിട്ട് പടങ്ങൾ കാണുക, അതിനെക്കുറിച്ച് പഠിക്കുക, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എടുത്ത് അറിയുക. എന്നിട്ട് നമ്മൾ മെഡിറ്റേഷനിലേക്ക് ഇരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ DNA-യിൽ ഇതിൻ്റെ കോഡിങ്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുമ്പോൾ നമുക്ക് വ്യക്തത വരാൻ തുടങ്ങും. അപ്പോൾ കണങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. അത്തരം കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം നമ്മൾ മെഡിറ്റേഷനിലേക്ക് ഇരിക്കുമ്പോൾ ആറ്റം, സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ്, അതേപോലെ തന്നെ ഇപ്പോൾ മാറ്റർ, ആൻറ്റി മാറ്റർ എന്താണ്, ഫെർമിയോൺസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെടുത്ത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം നമ്മൾ ഈ മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ തീറ്റ ലെവലിലേക്ക് നമ്മുടെ ബ്രെയിൻ പോകുമ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാകാൻ തുടങ്ങും. നമ്മുടെ DNA ഇതിൽ ഈ കോഡിങ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് ഇതെല്ലാം ആക്ടിവേഷൻ ആകാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ മൈക്രോ വേൾഡിനെ കുറിച്ച് അണ്ടത്തിലുള്ളതെല്ലാം പിണ്ടത്തിലുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. അതേപോലെ തന്നെ മൈക്രോ വേൾഡിനെ കുറിച്ച് നമ്മൾ ഡീപ്പായിട്ട് ആ ഒരു മൈൻഡ് കാം സ്റ്റേജിലാണ് അത് സംഭവിക്കുള്ളൂ. അപ്പോൾ ആ ഡീപ്പിലേക്ക് നമ്മൾ പോകും തോറും നമുക്ക് കൂടുതൽ, ചില യോഗികളൊക്കെ ഡെൽറ്റ സ്റ്റേജിലേക്കും അവെയർനെസ്സിനെ എടുത്തു കൊണ്ടുപോയവരാണ്. അപ്പോൾ അവെയർനെസ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അവെയർനെസ്സിനെ ഏത് ലെവൽ വരെ നമുക്ക് എടുത്തു കൊണ്ടുപോകാൻ പറ്റുന്നു അവിടെ വരെയുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റും. ഇപ്പം അവെയർനെസ് നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത് ഫിസിക്കൽ 10% ബ്രെയിനിലാണ്. ഈ അവെയർനെസ്സിനെ നമ്മൾ കുറേശ്ശെ തീറ്റ ലെവലിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് കോൺഷ്യസ്നെസ്സിൻ്റെ ഓരോ ലെയേഴ്സിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ക്ലോസ്ഡ് സിസ്റ്റത്തിലുള്ള ഒരു യൂണിവേഴ്സ് ആണെങ്കിൽ നമുക്ക് ഈ യൂണിവേഴ്സിൽ തന്നെ പ്രകാശത്തിൻ്റെ വേഗതയിൽ സഞ്ചരിച്ചാൽ ഈ യൂണിവേഴ്സിൻ്റെ എൻഡ് വരെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുള്ളൂ അവെയർനെസ്സിന്. എന്നാൽ ഈ അവെയർനെസ്സിനെ പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ നമ്മൾ പ്രാപ്തമായി കഴിഞ്ഞാൽ അതർ ഗാലക്സിയിലേക്ക് നമ്മുടെ അവെയർനെസ്സിനെ കൊണ്ടുപോകാൻ പറ്റും, ട്രാവൽ ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ അതിന് ആ ഒരു അവെയർനെസ്സിനെയാണ് നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ യോഗികൾ ഉപയോഗിച്ചിരുന്ന ഒരു ടെക്നിക്കാണിത്. അവെയർനെസ്സിനെ ഇൻക്രീസ് ചെയ്ത് ഓരോ ബ്രെയിനിൻ്റെ ഓരോ കോൺഷ്യസ്നെസ്സിൻ്റെ ലെയേഴ്സിനെ ഓണാക്കി കൊണ്ടുവരുന്നത്. അപ്പോൾ യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഷ്യസ്നെസ്സാണ്. യൂണിവേഴ്സ് നിലനിൽക്കുന്നത് എന്തിലാണ്? കോൺഷ്യസ്നെസ്സിൽ തന്നെയാണ്. യൂണിവേഴ്സ് എന്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? എൻട്രോപ്പിയിലൂടെ കോൺഷ്യസ്നെസ്സിലേക്ക് തന്നെയാണ്. അപ്പോൾ ഗ്രാവിറ്റിയിൽ നിന്ന് ഗ്രാവിറ്റോണിലേക്കുള്ള ഒരു പ്രോസസ്സാണ്, ഒരു റീപ്രോഗ്രാമിംഗ് പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ എന്തിനാണ് ഇത്രയും വേഗത്തിൽ നമ്മളിപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത്? ആക്ച്വലി ഗ്രാജുവലി പോയാൽ പോരെ എന്ന് ചോദിക്കും എല്ലാവരും. പക്ഷേ ഇപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചാൽ അറിയാം, 2Dയിലുണ്ടായിരുന്ന ലെറ്റേഴ്സ്, വീഡിയോസ്, പടങ്ങൾ, ചിത്രങ്ങൾ എല്ലാം AI ടെക്നോളജി വരെ നിൽക്കുന്നു. ക്വാണ്ടം കമ്പ്യൂട്ടർ വരെ എത്തി നിൽക്കുന്നു. ക്വാണ്ടം കമ്പ്യൂട്ടർ ഡെവലപ്പായി കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? ഒരു പാസ്വേഡ് കണ്ടുപിടിക്കണം. ഇപ്പോൾ സാധാരണ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമുക്ക് ഒരു പാസ്വേഡ് കണ്ടുപിടിക്കണമെങ്കിൽ പല പോസിബിലിറ്റീസ് ഉണ്ടാവാം. അപ്പോൾ നമുക്ക് അതിൻ്റെ എത്ര സമയമെടുക്കും ഓരോ പോസിബിലിറ്റീസും. എന്നാൽ ആ പോസിബിലിറ്റീസിൽ ഏതാണ് കറക്റ്റെന്ന് നമുക്ക് വ്യക്തമായി അറിയാൻ പറ്റില്ല. എന്നാൽ ഇത് ക്വാണ്ടം കമ്പ്യൂട്ടറിലാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ എത്ര പോസിബിലിറ്റീസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ അത്രയും പോസിബിലിറ്റീസ് ഇത് സെർച്ച് ചെയ്ത് വിത്തിൻ സെക്കൻഡിൽ കണ്ടുപിടിക്കുകയും ചെയ്യും. ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പോസിബിലിറ്റി ഏറ്റവും ടോപ്പിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. ഇത് തന്നെയാണ് നമ്മൾ മെഡിറ്റേഷനിൽ നമുക്ക് ഈ ഒരു അവെയർനെസ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ സംഭവിക്കുന്നത്. നമുക്ക് ഒരുപാട് പോസിബിലിറ്റീസ്, നമ്മുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി എവിടെ നിൽക്കുന്നു ആ ഫ്രീക്വൻസിയിലുള്ള പോസിബിലിറ്റീസ് എത്രയുണ്ടോ അത്രയും പോസിബിലിറ്റീസ് നമുക്ക് മനസ്സിലാകാൻ തുടങ്ങും. അതേപോലെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏറ്റവും മുകളിലേക്ക് വരാനും തുടങ്ങും. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മാക്രോ വേൾഡിലാണെങ്കിൽ നമ്മൾ ഒരേ സമയം മൈക്രോ വേൾഡിലും അംഗമാണ്. കാരണം നമ്മൾ ഒരേ സമയം വേവ്സുമാണ്, ഫ്രീക്വൻസിയാണ്, അതേപോലെ മാറ്ററുമാണ്. ഫിസിക്കൽ വേൾഡിലും ഉണ്ട്. ഫിസിക്കൽ വേൾഡിൽ നമ്മളെവിടെയുണ്ടെന്ന് പറയാൻ പറ്റും. എന്നാൽ തരംഗരൂപത്തിലിരിക്കുന്ന നമ്മളെവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാൻ പറ്റില്ല. ഒരു സൗണ്ട് തരംഗം എവിടം വരെ വ്യാപിച്ച് പോകും എന്നുള്ളത് നമ്മളെങ്ങനെയാണ് അറിയുക? അതിൻ്റെ ഫ്രീക്വൻസി എത്ര ഹെഡ്സിൽ വൈബ്രേഷൻ ചെയ്യുന്നു അത്രയും വരെ അത് വ്യാപിച്ചിട്ടുണ്ടാവും. അപ്പോൾ മൈക്രോ വേൾഡിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമുക്കറിയാനേ പറ്റില്ല.
അതാണ് ജീവൻ്റെ പരിണാമം. ജീവൻ്റെ പരിണാമം എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മുടെ ഫ്രീക്വൻസിയെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ അവയർനെസ് എവിടെ വരെ എത്തി എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ അവയർനെസ്സിനാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. ഓക്കെ, താങ്ക് യു. ഇനി ഒരു